16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട കായിക വിനോദം, ഇന്ത്യക്കാരുടെ വികാരം, ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ കായിക ഇനം ക്രിക്കറ്റ്. ഇന്ന് കോഹ്ലിയുഗത്തിൽ എത്തി നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വനിതാ വിഭാഗം എ ടീമിൽ ക്യാപ്റ്റനായി പദവി അലങ്കരിക്കുകയാണ് ഈ 24-കാരി. മിന്ന ചെറുപ്പത്തെ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോ നമ്മളെല്ലാം വഴക്ക് പറയില്ലേ, രാത്രിയാകുമ്പോ പെൺകുട്ടികള്. ഞങ്ങളെ സമുദായം അങ്ങനെ രാത്രിയൊന്നും നടക്കാറില്ല. അപ്പോൾ ഇങ്ങനെ 8 മണിയൊക്കെ ആകുമ്പോ വൈകുന്നേരം വരുമ്പോ നമ്മൾക്കൊരു ചീത്തലം വരും. അങ്ങനെ കളിച്ചാണ് അവള് വലിയ ഒരു നിലയിലെത്തി. അപ്പൊ നമുക്ക് സന്തോഷം. ഞാനൊരു 11 വർഷമായി ക്രിക്കറ്റിലോട്ട് വന്നിട്ട് ചെറുപ്പത്തില് ഈ വയലിലും എൻ്റെ വീടിന്റെ മുറ്റത്തും ഒക്കെ കളിച്ചായിരുന്നു ക്രിക്കറ്റ് തുടങ്ങിയിരുന്നത്. അതിനുശേഷം 8ാം ക്ലാസ്സിൽ മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എൽസമ്മ ടീച്ചർ വഴിയാണ് പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് ടീം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. മിന്നുമണി എൻ്റെ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ വന്നു ചേർന്നു. അത്ലറ്റിക്സിലായിരുന്നു അവൾ വന്നു ചേർന്നത്. പിന്നെ ക്രിക്കറ്റ് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ ക്രിക്കറ്റിലേക്ക് മാറ്റി ചെയ്തത്. അത്ലറ്റിക്സിൽ നല്ല ഇത് പുലർത്തിയെല്ലാന്ന് കണ്ടതുകൊണ്ടാണ് ക്രിക്കറ്റിലേക്ക് മാറ്റിയത്. പിന്നെ അതിനുശേഷം അവള് ക്രിക്കറ്റിൽ അണ്ടർ 16, അണ്ടർ 19, അണ്ടർ 23, അണ്ടർ സീനിയർ 4 വിഭാഗത്തിലും ക്യാപ്റ്റനായി. പിന്നെ കേരളത്തിന് വേണ്ടി കളിച്ചു, സോൺ കളിച്ചു, പിന്നെ ഇന്ത്യ കളിച്ചു. എല്ലാത്തിലും നല്ല അഭിമാനമുണ്ട് നമുക്ക്. അങ്ങനെ ആൺകുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുന്നത് ടീച്ചർ കണ്ട്, ടീച്ചർ അങ്ങനെ എന്നോട് കളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോന്നൊക്കെ എന്നോട് ചോദിച്ച് അറിഞ്ഞ്, അതിനുശേഷം വയനാട് ഡിസ്ട്രിക്ട് അസോസിയേഷന്റെ കോച്ച് ഷാനവാസ് സാർ ഉണ്ടായിരുന്നു. സാറിനോട് എൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും തുടർന്ന് സാറ് വന്ന് സെലക്ഷനൊക്കെ നടത്തി വയനാട് ജില്ലാ ടീമിലെത്തുകയും അതിനുശേഷം വയനാട് ജില്ലയ്ക്ക് വേണ്ടി കളിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് കേരള ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് സെലക്ഷൻ കിട്ടുകയുണ്ടായിരുന്നു. ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പാണ് എൽസമ്മ ടീച്ചർ വിളിച്ചതിന് പ്രകാരം ഞാൻ മാനന്തവാടി ഹൈസ്കൂളിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് അവിചാരിതമായ ഒരു കുട്ടിയെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിംഗ് കൊണ്ട് ബാറ്റ് സ്വിങ് ചെയ്യുന്നത് കണ്ടു. ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചറെ ആ കുട്ടിയാണോ മിന്നുമണി എന്ന് ചോദിച്ചു. ഉടൻ തന്നെ നമ്മളെ സെക്രട്ടറിയെ ഫോൺ ചെയ്യുകയും സെക്രട്ടറി മുഖാന്തരം കുട്ടിക്ക് സ്റ്റേറ്റ് അക്കാഡമിയിലേക്ക് ഡയറക്റ്റ് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അക്കാദമി സെലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എന്നെ എടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഓൾറെഡി അതിന്റെ സെലക്ഷനും എല്ലാം കഴിഞ്ഞിരുന്നത് കൊണ്ട്. പിന്നീട് വയനാട് അസോസിയേഷനും കേരള ക്രിക്കറ്റ് അസോസിയേഷനും അതേപോലെ തന്നെ നാസർ മച്ചാൻ സാർ വയനാട് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. സാർ എല്ലാവരും ഇടപെട്ടിട്ടാണ് കേരള ക്രിക്കറ്റ് അക്കാദമിയിൽ സെലക്ഷൻ കിട്ടിയത്. അതിനുശേഷമാണ് എനിക്ക് ആസ് എ ക്രിക്കറ്റർ നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടി. ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിൽ ഇത്രയും വലിയൊരു എന്താ പറയാ, ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ളൊരു അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിച്ചത്. മിന്നുമണി ഇവിടുത്തെ പഴശ്ശി രാജാവിന്റെ പടത്തലവനായിരുന്ന തലക്കൽ ചന്തുവിന്റെ സമുദായത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവർക്ക് അവരുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ പോരാട്ട വീര്യവും ആത്മസമർപ്പണവും. ആ പോരാട്ട വീര്യവും ആത്മസമർപ്പണവും വാനോളം ഈ കുട്ടിക്ക് പിന്നെ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വയനാട് ടീമിൽ സെലക്ഷൻ കിട്ടിയ സമയത്ത് എൽസമ്മ ടീച്ചർ ക്യാമ്പിന് പോകണം പിറ്റേ ദിവസം എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ ഞാനിങ്ങനെ ക്രിക്കറ്റിൽ ചേർന്നതും സെലക്ഷൻ കിട്ടിയ കാര്യങ്ങളും എല്ലാം അറിയുന്നത്. പിന്നെ അവർക്ക് അധികം സെലക്ഷൻ കിട്ടി, തലശ്ശേരി സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എൽസമ്മ ടീച്ചർ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ക്രിക്കറ്റിലോട്ടാണ് മിന്നുവിന് സെലക്ഷൻ എന്ന് അറിയുന്നത്. പെട്ടെന്ന് ആ ഒരു സമയത്ത് അവർക്കത് പെട്ടെന്ന് അറിഞ്ഞത് കൊണ്ട് ടീച്ചറെ വിളിച്ച് പറയുകയും ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എതിർക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അക്കാഡമി സെലക്ഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ തൊടുപുഴയിലായിരുന്നു. അങ്ങോട്ട് പോകേണ്ടതൊക്കെ ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒന്നും തീരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ കൂടെ കളിച്ച ഒരുപാട് കസിൻ ബ്രദേഴ്സും ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് സംസാരിച്ച്
കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് എന്നെ വിടുന്നത്. പിന്നീട് ഞാൻ 9th അക്കാഡമി പോയി ജോയിൻ ചെയ്യുന്നു. 10th ആയപ്പോഴേക്കും കേരള സ്റ്റേറ്റ് ടീമിൽ കളിക്കാൻ വേണ്ടി തുടങ്ങി. Under-16, Under-19, Senior, 23 എല്ലാ കാറ്റഗറിയും കേരള ടീമിൽ കളിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് സ്റ്റേറ്റ് കളിക്കുന്നു. അതിനുശേഷം സൗത്ത് സോൺ, അതേപോലെ ചാലഞ്ചർ ട്രോഫി എന്ന് പറയുന്ന ഇന്ത്യ ബ്ലൂ, അങ്ങനെ ഒരുപാട് ഓരോ ലെവൽസ് അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടതിന് ശേഷം വീട്ടിൽ നിന്നും ഫാമിലിയാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ Under-16, Under-19 ആ ഒരു സമയത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു 3 അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ജൂനിയർ പ്രോമിസിംഗ് പ്ലെയർ, അതേപോലെ തന്നെ ബെസ്റ്റ് ജൂനിയർ ക്രിക്കറ്റർ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു 2-3 അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അവാർഡ് എന്ന് പറയുകയാണെങ്കിൽ മനോരമയുടെ ശ്രീരത്നം അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ഇന്ത്യൻ ടീമിൽ കളിച്ച് ഞാൻ ആ ഒരു ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഒരുപാട് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്ത് പറയാനുള്ളത് മിന്നു മണി, അതായത് എന്റെ സ്വന്തം പേരിലൊരു ജംഗ്ഷൻ. അതായത് ഇങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ പേരില് ഓരോ സ്ഥലങ്ങളും റോഡുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഞാനും അങ്ങനെ ഒരു ഇതില് കണ്ടിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ പേരിലൊരു ജംഗ്ഷനൊക്കെ എന്റെ നാട്ടിൽ തന്നെ വരും എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അതിനുശേഷം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ പാരന്റ്സിനെല്ലാം കിട്ടുന്ന ഒരു റെസ്പെക്ട്, എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുന്ന ഒരു റെസ്പെക്ട് അതിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുകൂടാതെ ഞാൻ തുടങ്ങിയ ആ ഒരു സമയത്തും ഇപ്പോഴും എൻ്റെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളാണ്. എൻ്റെ ഒരു ബ്രദർ തന്നെയാണ്, ബിനീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. എനിക്ക് ആദ്യമായിട്ട് അവരുടെ കൂടെയാണ് ഞാൻ ഇവിടെയൊക്കെ കളിച്ചത്. ആ ചേട്ടനാണ് ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ബാറ്റ് എനിക്ക് വാങ്ങി തരുന്നത്. ഞങ്ങൾ വയലിലൊക്കെ ടെന്നീസ് ബോളിലൊക്കെ കളിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങി തന്നത് ചേട്ടനാണ്. അന്ന് ഇന്നും ഒക്കെ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇപ്പോഴും ചേട്ടൻ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ബോളുമായിട്ടുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ എനിക്ക് മാറാൻ കാരണം എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ ഷൈജു എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ ഈ മുറ്റത്ത് എന്നും, കാരണം വെക്കേഷൻ സമയത്തും സ്കൂൾ വിട്ട് വന്നിട്ടും വയലിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെയാണ് കളിക്കുക. അതായത് ഈ റബ്ബർ കോർക്കിന്റെ ബോളും, അതേപോലെ അവനാണെങ്കിൽ മരത്തിന്റെ കഷ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെത്തി ബോളിന്റെ രൂപത്തിലാക്കിയിട്ട് അത് വെച്ചിട്ട് കളിക്കും. ഞാൻ കൂടുതലും ഏട്ടന്മാരുടെ ഇവരുടെ കൂടെ എല്ലാം കളിക്കുമ്പോഴത്തേക്കും കൂടുതലും ഫീൽഡിങ്ങും ബോളിങ്ങും ആണ് ചെയ്യുന്നത്. ബാറ്റിങ്ങിൽ അധികം ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്കുള്ള ആളില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഫീൽഡിങ്ങും കാര്യങ്ങളും ഇവരടിക്കണ ബോളൊക്കെ പിടിച്ചും അങ്ങനെയൊക്കെയാണ് ബോളിന്റെ പേടിയൊക്കെ കൂടുതലും മാറുന്നത്. ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ആദ്യം കളിച്ചത് ബംഗ്ലാദേശ് സീരീസ് ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, നല്ലൊരു സ്റ്റാർട്ട് തന്നെയായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്ക്വാഡ് വന്നപ്പോഴേക്കും ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. എന്താ പറയാ, ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടുന്ന് പോകുന്നതും. അതായത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, കാരണം BCCIയുടെ ലെവലിലുള്ള ഒരു ഇതും സ്പോർട്സ് കൗൺസിലിന്റെ അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ ആ ഒരു രീതിയിലുള്ള ഇത് തമ്മിൽ നല്ല ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരുപാട് നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് മാച്ചസിലൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല. ആദ്യത്തെ മാച്ച് കളിച്ചപ്പോഴേക്കും അതിന്റെ ഫസ്റ്റ് ഹാഫ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫ് നടക്കുമ്പോഴേക്കും മഴ പെയ്തത് കാരണം കളി നടന്നില്ല. പിന്നീട് ഉണ്ടായിരുന്നത് സെമി ഫൈനലായിരുന്നു. അതിൽ രണ്ടിലും കളിക്കാൻ ഇറങ്ങാൻ സാധിച്ചില്ല. പക്ഷെ ടീമിന്റെ ഭാഗമാവാൻ സാധിച്ചതിലും ടീം ഗോൾഡ് വിൻ ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം കോമൺവെൽത്തില് ഇന്ത്യക്ക് വെള്ളിയാണ് നേടാൻ സാധിച്ചത്. അപ്പൊ ഇത്തവണ ടീമിലെല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഗോൾഡ് നേടണം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് എന്താ പറയാ, ഗോൾഡ് വിൻ ചെയ്യാൻ സാധിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് എന്നുള്ള അല്ലെങ്കിൽ കോമൺവെൽത്ത്, അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ്
അതായത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മറ്റേ നമ്മുടെ BCCIയുടെ ലെവലിൽ വരുന്ന നമ്മൾ ഓരോ സീരീസും കാര്യങ്ങളും കളിക്കുന്നതിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് നേടി കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്നിപ്പം ഇന്ത്യൻ ടീം വെച്ച സ്ഥിതിക്ക് നമ്മളെ വയലുണ്ടല്ലോ കളിക്കുന്ന വയല്, അത് നമുക്കൊരു അന്താരാഷ്ട്ര ഒരു സ്റ്റേഡിയം പോലെ ഒരു പവറാണ്. ഇപ്പോൾ സാധാരണ ഒരു ചെറിയ വയലാണെങ്കിലും 2 ദിവസം കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു സ്റ്റേഡിയം പോലെയാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. ഒരു പെൺകുട്ടി ആൺകുട്ടികളുടെ കൂടെ കളിക്കാൻ ഇറങ്ങുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആദ്യമൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെന്ന് വെച്ചാൽ ഒരു കുറിച്ച ട്രൈബ്സ് എന്നുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിലും ഞാൻ ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും ഇവരെന്നെ മാറ്റി നിർത്തുമൊന്നും ഉണ്ടായിരുന്നില്ല, കൂടെ കൂട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. അവരുടെ കൂടെ ഒക്കെ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് പെൺകുട്ടികളുടെ കൂടെ ഒരു ടീമായിട്ട് കളിക്കുന്ന ആ ഒരു സമയത്തേക്കും കൂടുതൽ ധൈര്യത്തോടെ അല്ലെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഒക്കെ ആ ഒരു ഫേസൊക്കെ നേരിടാൻ സാധിച്ചത്. മിന്നുമണിയുടെ ചെറുപ്പം മുതൽ തന്നെ അവൾക്ക് ക്യാപ്റ്റൻസി ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കിട്ടിയിരുന്നത്. അവൾ കളിച്ച എല്ലാ കാറ്റഗറിയിലും അവൾക്ക് ക്യാപ്റ്റനാവാൻ സാധിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഇന്ത്യയുടെയും അഭിമാനമായ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാവുകയും വേൾഡ് കപ്പ് കളിച്ച് അതിന്റെ കപ്പ് ഉയർത്തി അവൾ ഇന്ത്യക്ക് അഭിമാനമായി മാറുമെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. വനിതാ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യൻ വനിതാ ടീമിനെ A ടീമിനെ മലയാളി താരമായ മിന്നുമണി നയിക്കുന്നു. ഈ മാസം 29-ാം തീയതി ഇംഗ്ലണ്ട് A ടീമിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലാണ് മിന്നുമണി നായികയായി എത്തുക. IPL-ലും ഇന്ത്യൻ ടീമിലും എത്തുന്നതിന് മുമ്പ് സ്കൂൾ ടീമും കേരള ടീമും ഇന്ത്യ A ടീമും പിന്നിട്ട് മിന്നു അടിച്ച പന്ത് സഞ്ചരിച്ചത് 10 വർഷങ്ങളാണ്. 2023 ജൂലൈ 15-ന് 19ാമത് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യയുടെ ടീമിൽ മിന്നുമണി ഉൾപ്പെട്ടിരുന്നു. മിന്നു എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. മിന്നു ഇനിയും മിന്നിത്തിളങ്ങട്ടെ.